ഞാൻ സലോൺ സൈമൺ. പടക്കുതിര എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഞാൻ പടക്കുതിരയുടെ സംവിധായകൻ. പടക്കുതിര എന്ന സിനിമയുടെ ആരംഭവും അല്ലെങ്കിൽ അതിൻ്റെ യാത്രകളെക്കുറിച്ചും ഉള്ളത് ചെറിയ ഒരു സമ്മറി, അല്ലെങ്കിൽ അത് ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്നോ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ചെന്നൈയിൽ വെച്ചാണ് ഞാൻ സിനിമ എന്താണ്, സിനിമ എങ്ങനെയായിരിക്കണം, സിനിമയിലൂടെ എങ്ങനെ വേണം പോകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് പകർന്നു തന്നത് ഡയറക്ടർ ശങ്കർ ദയാൽ സാറായിരുന്നു. മലയാള സിനിമയിലൂടെ വേണം എനിക്ക് ആദ്യം തുടക്കം കുറിക്കണം എന്നുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2023 കൊച്ചിയിലേക്ക് തിരിച്ചു വന്നു. കൊച്ചിയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒരുപാട് അലഞ്ഞു ഒരു നല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ തന്നെ കുറേ സ്ക്രിപ്റ്റുകൾ എഴുതി നോക്കി. പക്ഷേ എനിക്കെൻ്റെ ആദ്യത്തെ സിനിമ ഒരു കൊച്ചു സിനിമയായിരിക്കണം, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന കുറച്ച് യങ്സ്റ്റേഴ്സിനെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ ഒരുമിച്ച് ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ക്യാമറമാൻ ജിജു സന്നിയിലൂടെയാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചെത്താനുള്ളൊരു കാരണം. ജിജു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ എഡിറ്റർ ഗ്രേസൻ, അവിടുന്ന് ലിബിൻ, പിന്നെ അരുൺ, രഞ്ജിത്ത്, ഇങ്ങനെ ആരംഭിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ആരംഭിച്ചപ്പോൾ അരുണും സുജിത്തുമാണ് സന്ദീപിനെയും ദീപുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ സ്ക്രിപ്റ്റായിരുന്നു പടക്കുതിര. ഇവർ രണ്ടുപേരും വന്നിട്ട് എന്നോട് സ്ക്രിപ്റ്റ് പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ആ സ്ക്രിപ്റ്റിനകത്തോട്ട് കയറി. അത്ര ഇൻട്രസ്റ്റഡായിട്ട് എനിക്ക് തോന്നുന്നു ദീപുവിൻ്റെ സ്ക്രിപ്റ്റ് റീഡിങ് അല്ലെങ്കിൽ കഥ പറയുന്നൊരു ശൈലി ഇറ്റ്സ് അമേസിങ്. പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ ആ കഥയ്ക്കകത്ത് ഉള്ളിലേക്ക് വലിച്ചിറക്കി കൊണ്ടുപോകുന്നത് ദീപുവിനെയും സന്ദീപിനെയും എനിക്ക് കാണാൻ പറ്റി. പ്രൊഡ്യൂസർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് ആയിരുന്നു അടുത്ത സ്റ്റേജ്. ഈ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരെ പോലെ ഞാനും പല വാതിലുകൾ കയറി മുട്ടിയിട്ടുണ്ട്. ഡയറക്ഷൻ്റെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ അനുഭവങ്ങൾ, സിനിമയെക്കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ കോൺഫിഡൻസ്, ഈ കോൺഫിഡൻസാണ് നമ്മുടെ സിനിമയിലേക്ക് എത്തിക്കുന്നതും ആ കോൺഫിഡൻസ് തന്നെയാണ് നമ്മൾ നിലനിർത്തുന്നത്. അതാണ് ഇന്ന് പടക്കുതിരയുടെ ഷൂട്ട് കഴിഞ്ഞ് ഈ ഏപ്രിൽ 24 പടക്കുതിര തിയേറ്ററിലേക്ക് എത്തുന്നത്. അതുവരെ എന്നെ സഹായിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു ഫീൽ ഫ്ലൈങ് എൻ്റർടൈൻമെൻറ്റ് ശ്രീ സാറും ബിനി ചേച്ചി. മേഡം സാറും ഈ കഥ കേട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു കഥ കേട്ട് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ തയ്യാറാണെന്ന് എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്നത് ശ്രീ സാറും ബിനി ചേച്ചിയായിരുന്നു. അടുത്ത ഘട്ടം എൻ്റെ ഫാമിലി, മഞ്ജു, മാബിൻസ്. ഞാൻ വീട്ടിലിരുന്ന് പല കഥകൾ എഴുതാൻ തുടങ്ങി, പല കഥകൾ സംസാരിക്കാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ മഞ്ജു എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കൊറോണ ഒക്കെ കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ മഞ്ജു എന്നോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയല്ലേ, അതിനു വേണ്ടിയിട്ട് ഞാനും മാബിൻസും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ്, ആദ്യത്തെ സിനിമ, ആ രാത്രി മുഴുവൻ എനിക്ക് തോന്നുന്ന പല ചിന്തകളും പല സ്വപ്നങ്ങളും ഡ്രീംസും എല്ലാം ഉണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ഞാൻ നാളെ എന്ത് ചെയ്യും, എൻ്റെ കൂടെയുള്ള ടീം, എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീം മൊത്തം എൻ്റെ പിന്നിലുണ്ടെന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള എൻ്റെ ധൈര്യവും. അവിടെ എല്ലാത്തിനും മുമ്പിലായിട്ട് റിണിച്ചിട്ടുണ്ടായിരുന്നു മാനേജേഴ്സ്, കൺട്രോളേഴ്സ്. അതിൻ്റെയൊക്കെ ഒത്തും നടുക്ക് എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ഹീറോ അജു, അഖിൽ, ജോമോൻ, ഷമീർ, കാർത്തിക് ശങ്കർ, നന്ദുചേട്ടൻ, രഞ്ജി പണിക്കർ സാർ എന്ന് വേണ്ട ഒരു നീണ്ട നിരയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ. എൻ്റെ കൂടെ എന്നും എൻ്റെ സഹായത്തിനുണ്ടായിരുന്ന ജനനന്മ സ്വാമി,
ദർശൻ, ഡോക്ടർ അജിത്ത്, ഷിബു, ഒരു നീണ്ട നേരം ഫ്രണ്ട്സ് എൻ്റെ ബാക്കിൽ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ആയിട്ട് ജിജു ക്യാമറ ഓൺ ചെയ്ത് ലൈറ്റുകളെല്ലാം കത്തി ആദ്യത്തെ എൻ്റെ സിനിമയ്ക്ക് ഞാൻ ആക്ഷൻ പറയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതെൻ്റെ ഹൃദയമെടുപ്പിന് വല്ലാതെ ഒരു വല്ലാത്തൊരു നൊമ്പരവും വേദനയോ സന്തോഷമോ എന്തൊക്കെയോ തരുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. എൻ്റെ ആദ്യത്തെ ആക്ഷൻ പടക്കുതിരയുടെ ആദ്യത്തെ ഷോട്ട് അവിടെ ആരംഭിക്കുന്നു. കട്ട് പറഞ്ഞിട്ടൊരു സെക്കൻഡ് സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന എൻ്റെ തോളിൽ തട്ടിയ അയച്ചേട്ടൻ എന്നെ തിരിച്ച്. അവിടുന്ന് ഞങ്ങളുടെ സിനിമ സ്റ്റാർട്ടായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരു മറക്കാനാവാത്ത ദിവസങ്ങളായി മാറ്റി. ഞങ്ങളുടെ സിനിമയിലേക്ക് രഞ്ജി സാറ് ജോയിൻ ചെയ്ത അന്ന നിമിഷം മുതൽ ഉള്ളിലൊരു ടെൻഷനും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ്, അദ്ദേഹത്തിന് ആദ്യത്തെ ആക്ഷൻ പറഞ്ഞ നിമിഷവും എനിക്കൊരു മറക്കാനാകാത്ത മൂമെൻ്റ് തന്നെയായിരുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകൾ ചിരിപ്പിച്ചിട്ടുള്ള മൊമെൻറ്റുകൾ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരുന്നു ആ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ചത്. 45 ദിവസം ഷെഡ്യൂൾ ചെയ്ത സിനിമ ഞങ്ങൾ 38 ദിവസം കൊണ്ട് പാക്കപ്പ് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടെടുത്ത ഒരു എഫേർട്ടുണ്ട്. അത് ആർട്ടിലായാലും ശരി, ബാക്കിയുള്ള ഷൂട്ടിംഗ് കോസ്റ്റുകളിലായാലും ശരി, ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ആർട്ടിലെ സുല്ലേട്ടൻ ഞങ്ങളൊപ്പം നിന്നു. ടീം പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഞങ്ങളൊപ്പം നിന്നു. അതിനുവേണ്ടി ഷൂട്ടിങ്ങിൻ്റെ ഷെഡ്യൂളിലും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ അസോസിയേറ്റ് ദീപക്, ഇവരെല്ലാവരും എൻ്റെ ഒപ്പം നിന്നുകൊണ്ട് എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് സാറ്റിസ്ഫാക്ഷനോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടുകൊണ്ട് തന്നെ ഈ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഏപ്രിൽ 24-ാം തീയതി പടക്കുതിര കേരളത്തിലെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരു കൊച്ചു പടം, പക്ഷേ നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ ഈ തിരക്കേറിയ ടെൻഷനുകളിൽ ചെറിയൊരു ആശ്വാസം തരാൻ അല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷം തരാൻ ഈ സിനിമ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു.